പാലക്കാട് ജില്ലയിലെ മലയോര മേഖലയായ മണ്ണാർക്കാട്, മല്ലീശ്വരൻ മുടിക്കു താഴെ കുന്തിപ്പുഴയുടെ തീരത്തെ ഗ്രാമം. കുടിയേറ്റ കർഷകരുടെ അധ്വാന സമൃദ്ധിയാൽ പച്ചപ്പണിഞ്ഞു നിൽക്കുന്ന മണ്ണാർക്കാടിനടുത്ത തച്ചമ്പാറ വില്ലേജിൽ വരുന്ന പാലക്കയത്ത് ഇന്നത്തെ തലമുറ തിരിച്ചറിയേണ്ട ഒരു കർഷകനുണ്ട്, ശ്രീ ബിജു. ബിജു ഒരുക്കിയ കാർഷിക സമൃദ്ധിയുടെ നേരുകൾ തേടുമ്പോഴാണ് ഈ കർഷകൻ മണ്ണിലെറിഞ്ഞത് പൊൻവിത്തായിരുന്നുവെന്നറിയുന്നത്. കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് നിന്നും പാലക്കാട്ടെ മലയോര മണ്ണിലേക്ക് കുടിയേറിയ കർഷക തലമുറയിലെ ഇന്നത്തെ കണ്ണിയാണ് ബികോം ബിരുദധാരിയായ ബിജു. മണ്ണാർക്കാട് MES കോളേജിന്റെ പടിയിറങ്ങുമ്പോൾ നാളെയെക്കുറിച്ച് തെല്ലും ആശങ്കയില്ലായിരുന്നു ഈ യുവാവിന്. മണ്ണെറിഞ്ഞ ഒരു കർഷകന്റെ മകന് മണ്ണിൽ നിന്നും നേടാനാകുമെന്ന ഉറപ്പുണ്ടായിരുന്നു. ഈ ഉറപ്പ് ബിജുവിനെ കൃഷിയിലേക്ക് ക്ഷണിച്ചു. ജീവിതയാത്രയിൽ ഒപ്പം കൂടിയവൾ രേഖാ ബിജു. ഇവരുടെ മക്കളായ 12കാരി അമേലിയയും 10 വയസ്സുകാരൻ റിച്ചാർഡും മാതാപിതാക്കളെപ്പോലെ കൃഷിയിൽ ഏറെ തൽപരർ തന്നെ. ബിജു തൻ്റെ കൃഷിയിടത്തിൽ സമ്മിശ്ര കൃഷിരീതിയാണ് നടത്തുന്നത്. നാളികേരം, കവുങ്ങ്, ജാതി, കൊക്കോ, പച്ചക്കറികൾ, മാവ്, കുരുമുളക്, കൂൺ, കൂവ എന്നിവ ഈ യുവാവിൻ്റെ അധ്വാനത്തിൽ ഫലസമൃദ്ധമായി നിൽക്കുന്നു. ഔഷധഗുണമേറിയ കൂവപ്പൊടി ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ്. ബിജുവിൻ്റെ വാഴത്തോപ്പിൽ സവിശേഷ ഇനത്തിൽപ്പെട്ട വിവിധ തരം വാഴകളുണ്ട്. മുട്ടക്കോഴിക്ക് പുറമെ താറാവ്, കാട എന്നിവയും ബിജു വളർത്തുന്നുണ്ട്. ഞങ്ങളൊരു കർഷക കുടുംബമാണ്. പപ്പയുടെ കൂടെ നടന്ന് പഠിച്ച കൃഷികളാണ് കൃഷിയിലേക്ക് തിരിയാൻ എന്നെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം. 6 ഏക്കറോളം വരുന്ന സ്ഥലമാണ് ഇതിന് ഉള്ളത്. ഏകദേശം 250ഓളം തെങ്ങുകളുണ്ട്. കമുകുകൾ ഒരു 1500ഓളം കമുകുകളുണ്ട്. 200ഓളം ജാതികളുണ്ട്. 800ഓളം കൊക്കോ ഉണ്ട്. അതുകൂടാതെ വിവിധതരം പച്ചക്കറികൾ, പിന്നെ ഒരു 200ഓളം കുരുമുളക് ചെടികൾ. ഏറ്റവും പ്രധാന വിള തെങ്ങ് തന്നെയാണ്. അത് കഴിഞ്ഞാൽ കമുകിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആദായം കിട്ടുന്നത്. ഇപ്പോൾ ജാതിയിൽ നിന്ന് കൂടുതൽ ആദായം ലഭിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ജാതി ഇപ്പോൾ തെങ്ങിനെയും കവർ ചെയ്യുന്ന രീതിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വളർത്തി വരുന്ന 2 ഇനം തേനീച്ചകൾ, ഒന്ന് ചെറുതേനീച്ചയും ഇന്ത്യൻ തേനീച്ചയുമാണ്. ഇന്ത്യൻ തേനീച്ച ഇവിടെയും മറ്റ് പാട്ടസ്ഥലങ്ങളിലും വെച്ച് കൃഷി ചെയ്തു പോരുന്നുണ്ട്. തേനീച്ചകളുടെ ഇപ്പോൾ തേനെടുക്കുന്ന സീസൺ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ജൂൺ മാസം മുതൽ തേനീച്ചകൾക്ക് അവരുടെ തീറ്റ കൊടുക്കുന്ന കാലം ആരംഭിക്കുകയാണ്. തീറ്റ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര ലായനി നമ്മൾ ഓരോ തേനീച്ച പെട്ടിക്കും ഓരോ കോളനിക്കും 1/2 ലിറ്റർ വീതം പഞ്ചസാര ലായനി കലക്കി ഓരോ ആഴ്ചയിലും കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു ഓഗസ്റ്റ് മാസമായി കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഇവരുടെ തേനീച്ചകളുടെ ഡിവിഷൻ ആരംഭിക്കും. അതായത് കോളനി വിഭജനം. 10 കോളനി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് ഒരു 4 പ്രാവശ്യമായിട്ട് വിഭജിച്ച് വരികയാണെങ്കിൽ 4 പ്രാവശ്യമെങ്കിലും ഒരു 10 കോളനി ഉണ്ടെങ്കിൽ അതിനെ വിഭജിച്ച് വരാൻ പറ്റും. അങ്ങനെ ഒരു 40 തൊട്ട് 60 കോളനി വരെ 10 കോളനി ഉണ്ടെങ്കിൽ നമുക്ക് അവനെ വലുതാക്കി കൊണ്ടുവരാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ നവംബർ അവസാനം, അതായത് ഡിസംബർ അവസാനം ഡിസംബർ 15ഓടുകൂടി കോളനി വിഭജനത്തിൻ്റെ കാലഘട്ടം അവസാനിക്കുന്നു. അത് കഴിഞ്ഞ് കോളനി വിഭജനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കോളനിയിൽ ഈച്ച നിറയാൻ അനുവദിക്കുകയാണ്. ഫെബ്രുവരി അവസാനത്തോടു കൂടി എല്ലാ പെട്ടികളിലും ഈച്ച നിറഞ്ഞു കഴിയും. ഫെബ്രുവരി അവസാനം തൊട്ട് തേൻ ഉൽപ്പാദനം തുടങ്ങുകയായി. തേൻ ഉൽപ്പാദനം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഒരു പെട്ടി സൂപ്പർ നമ്മൾ നിറയ്ക്കും, രണ്ടാമത്തെ സൂപ്പർ നിറയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെ മാർച്ച് ഏപ്രിൽ മാസം ഫുള്ളായിട്ട് അങ്ങനെ ഏകദേശം ഒരു 10-12 തവണ വരെ തേനെടുക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ തേനെടുത്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തേൻ വിൽപ്പന ഇവിടെ ബ്രാൻഡ് ചെയ്തിട്ട് കുപ്പികളിലാക്കി ചില്ലറയായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് 275 രൂപ വരെയാണ് ഒരു കുപ്പിയുടെ വില. മൊത്തമായിട്ട് കൊടുക്കുമ്പോൾ 200 രൂപ തൊട്ട് കൊടുക്കുന്നുണ്ട്.
ഇനിയും അത് കഴിഞ്ഞിട്ടും തീരാത്ത തേനുകൾ മൊത്തമായിട്ട് ഖാദി ബോർഡിന് ഒന്നായിട്ട് കൊടുക്കുകയാണ് പതിവ്. തേങ്ങ ആണ് ഇവിടുത്തെ പ്രധാന വിള. കൃഷി മന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരം മുൻകൈ എടുത്ത് നടത്തുന്ന തേങ്ങാ സംഭരണം വലിയ ഒരു അനുഗ്രഹമായി തീർന്നു. തേങ്ങാ വില ഇപ്പോൾ കൃഷിഭവനിലെ സംഭരണത്തിനാണ് തേങ്ങ പ്രധാനമായിട്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ കൂടി ഇപ്പോൾ അതിനെ കഴിഞ്ഞും കൂടിയ വിലയ്ക്ക് ഓരോ ദിവസവും തേങ്ങ ഇവിടെ തന്നെ അന്വേഷിച്ച് വരുന്ന ഒരവസ്ഥ ഈ സംഭരണം മൂലം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് കൃഷിക്കാർക്ക് വലിയ ഒരു അനുഗ്രഹമായിട്ടുള്ള കാര്യം തന്നെയാണ്. ജാതി ഇവിടുത്തെ ഒരു പ്രധാന വിള തന്നെയാണ്. 2 വർഷം പ്രായമാകുന്നതോടുകൂടി ഏകദേശം ആൺജാതികളിൽ നിന്ന് പൂർണ്ണ ബോധ്യമുള്ളതും അല്ലാത്തതുമായ എല്ലാം ഫീൽഡിൽ നിർത്തി തന്നെ ബഡ് ചെയ്ത് പെൺജാതി ആക്കി തീർക്കുന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട്. അതിന് കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പരിശീലന പരിപാടികൾ തന്നെ നടത്തിയിരുന്നു. ഫീൽഡ് ബഡ്ഡിംഗ് ട്രെയിനിങ് തന്നെ ഇവിടെ ജാതി കൃഷിയുമായിട്ട് അനുബന്ധിച്ച് നടത്തിയിരുന്നു. ഭൂരിഭാഗം ജാതികളെയും അങ്ങനെ പെൺജാതികളാക്കി കൊണ്ടുവരുന്നു. അതിനുശേഷം ജാതിക്ക എന്ന് പറയുന്നത് ഓരോ ദിവസം എന്ന് പറഞ്ഞ പോലെ ആൾക്കാർ ഇവിടെ അന്വേഷിച്ച് വരുന്നുണ്ട്. ജാതിക്കയുടെ വിപണനം ഒരു പ്രശ്നമേ അല്ല. നല്ല പേപ്പർ വിലയെ കഴിഞ്ഞ് നല്ല കൂടിയ വിലയ്ക്ക് തന്നെ ഇവിടെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ വിൽക്കാൻ സാധിക്കുന്നുണ്ട് ജാതിക്ക. 20 ഇനത്തോളം വാഴകളാണ് ഇവിടെ വളർത്തി വരുന്നത്. മൈസൂർ പൂവൻ, ഞാലിപ്പൂവൻ, പൂവൻ, കാളി, ചെങ്കതളി, പിന്നെ കൂടുതലായിട്ട് കൃഷി ചെയ്തു വരുന്നത് പൂജക്കദളിയാണ്. അതിനും ഏകദേശം കിലോയ്ക്ക് 125 രൂപ വരെ ഒരു പൂജക്കദളി കൊലയ്ക്ക് വില കിട്ടാറുണ്ട്. കമുക് പ്രധാനമായും 3 തരമാണ് ഇവിടെ ഉള്ളത്. കാസർഗോഡൻ, പിന്നെ മംഗള, പിന്നെ മോഹിത് നഗർ. ഈ 3 തരത്തിലാണ് പ്രധാനമായിട്ടുള്ളത്. ഇതിൽ അടയ്ക്ക പഴുക്ക പറിച്ച് ഉണങ്ങി തൊണ്ടടയ്ക്കായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തെങ്ങ് തന്നെയാണ് ഇവിടുത്തെ പ്രധാന കൃഷി രീതികൾ. തെങ്ങിന് ഇടവിളയായിട്ട് എവിടെ ഗ്യാപ്പ് വരുന്നോ അവിടെയൊക്കെ തന്നെ വാഴ കൃഷി ചെയ്തു വരുന്നു. അപ്പോൾ മണ്ണിലേക്ക് സൂര്യപ്രകാശം ഏൽക്കാത്ത രീതിയിലുള്ള ഒരു കൃഷി രീതിയിലേക്കാണ് നടത്തി വരുന്നത്. പ്രധാനമായിട്ടും ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. പച്ചിലവളം, ചാണകവളം, പിന്നെ തെങ്ങിൻ്റെ ചുവട്ടിൽ കൃഷിഭവൻ്റെ നിർദ്ദേശപ്രകാരം പയർ നട്ടുവളർത്തി പച്ചില വളമായിട്ട് തെങ്ങിന് നൽകുന്നുണ്ട്. ബയോഗ്യാസ് സ്ലറിയാണ് പ്രധാനമായിട്ടും പിന്നെ തെങ്ങുകൾക്കും മറ്റ് എല്ലാ വിളകൾക്കും ഉപയോഗിക്കുന്ന ഒരു ജൈവവളം. ബയോഗ്യാസിൻ്റെ ഉപയോഗം മൂലം വീട്ടിലേക്ക് ഗ്യാസ് വാങ്ങേണ്ട ആവശ്യം തന്നെ വരാറില്ല. ഏകദേശം ഒരു വർഷത്തേക്ക് 1 കുറ്റി ഗ്യാസ് വില കൊടുത്ത് വാങ്ങേണ്ടതായിട്ട് വരുന്നുള്ളൂ. അതുപോലെ മണ്ണിര കമ്പോസ്റ്റിൻ്റെ ഒരു യൂണിറ്റുണ്ട്. മണ്ണിര കമ്പോസ്റ്റ് പച്ചക്കറികൾക്കും അതുപോലെ വെർമി വാഷ് പച്ചക്കറികൾക്കും വളരെ നല്ല ഇഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഉണ്ടാക്കുന്ന മറ്റൊന്നാണ് ഫിഷ് അമിനോ ആസിഡ്. അമിനോ ആസിഡ് വാഴക്കൊലയ്ക്ക് തൂക്കം കൂടുവാനും പച്ചക്കറികൾക്ക് വളർച്ച മെച്ചപ്പെടുവാനും വളരെ പ്രയോജനപ്രദമായി കാണുന്നുണ്ട്. സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ സഹായത്തോടു കൂടി ഇപ്പോൾ 3 പുതിയ സംരംഭങ്ങളാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. കാട വളർത്തൽ, കൂൺ വളർത്തൽ, മീൻ കൃഷി. അതിൽ കാട വളർത്തലും കൂൺ വളർത്തലും നന്നായി തന്നെ പുരോഗമിച്ച് വരുന്നുണ്ട്. പുരോഗതിയുടെ പാതയിലാണ് മീൻ കൃഷി. പണി പൂർത്തിയായി വരുന്നുണ്ട്. ഒരു തൊഴിലാളിയാണ് ഇവിടെ സ്ഥിരമായിട്ട് ഞങ്ങളെ സഹായിക്കാനുള്ളത്. അതുപോലെ തന്നെ പച്ചക്കറി, തേനീച്ച എന്നിവയുടെ കാര്യത്തിൽ ഭാര്യയാണ് പ്രധാന സഹായി. പ്രധാനമായിട്ടും ചെയ്തു വരുന്ന പച്ചക്കറികൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ചതുരപ്പയർ, വാളമരി, നിത്യവഴുതന തുടങ്ങി അങ്ങനെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പല പച്ചക്കറികളും ഭാര്യ വളരെ ശ്രദ്ധാപൂർവം തന്നെ കാത്തു സംരക്ഷിച്ചു വരുന്നുണ്ട്. പിന്നെ ഉള്ളത് പച്ചക്കറികൾ, വിവിധ തരം മുളകുകൾ, നീലകാന്താരി, വയലറ്റ് കാന്താരി, വെള്ളക്കാന്താരി, ചുമന്ന കാന്താരി, വിവിധതരം പച്ചമുളകുകൾ, വിവിധതരം വഴുതനകൾ, കോവൽ, ക്യാരറ്റ്, ബീട്രൂട്ട് തുടങ്ങി ശീതകാല പച്ചക്കറികളും വിവിധതരം ചെയ്തു വരുന്നുണ്ട്. 5 തരം മാവുകൾ ഇവിടെയുണ്ട്. 2-3 തരം പ്ലാവുകളുണ്ട്. ഗ്രാമ്പൂ, കറുവപ്പട്ട, വാനില, കൊടംപുളി, കൊക്കോ, പേര, ഫാഷൻ ഫ്രൂട്ട്, വിവിധതരം കപ്പകൾ, കാപ്പി, 10-35 തരത്തോളം ഔഷധ സസ്യങ്ങൾ തുടങ്ങിയവ കൃഷി ചെയ്തു വരുന്നുണ്ട്. കാലാകാലങ്ങളിൽ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ ഇവിടെ മണ്ണ് പരിശോധനാ യൂണിറ്റുകൾ നടത്തി വരുന്നുണ്ട്. അതനുസരിച്ച് മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രം വളരെ അത്യാവശ്യം വേണ്ടുന്ന രാസവളങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ബാക്കി പൂർണ്ണമായിട്ടും ജൈവവള കൃഷിയാണ് ചെയ്തു വരുന്നത്. പിന്നെ ഞങ്ങളുടെ കൃഷി ഓഫീസർ ഇവിടെ എത്തിയതിന് ശേഷം എന്നും പറയാറുള്ള ഒരു കാര്യമാണ്, ഒരു യൂണിറ്റ് സ്ഥലത്തിൽ നിന്ന് പരമാവധി ഉൽപ്പാദനം വർദ്ധിപ്പിച്ചെടുക്കുന്ന രീതിയിൽ കൃഷി ചെയ്തു വരണമെന്നാണ് പറഞ്ഞു വരാറുള്ളത്. ആ രീതി പരമാവധി
നടപ്പിലാക്കാൻ ശ്രമിച്ചു വരുന്നു. ഏകദേശം പരിപൂർണമായിട്ടും നടപ്പിലാക്കിയിട്ടും ഉണ്ട്. അതുപോലെ കൊക്കോ കൃഷി വികസനത്തിന് സർക്കാരിൻ്റെ സബ്സിഡി ലഭിച്ചിട്ടുണ്ട്. ജാതി കൃഷി വ്യാപനത്തിന് സർക്കാരിൻ്റെ സബ്സിഡി ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2-3 വർഷമായി തെങ്ങിന് രാസവളങ്ങൾ സർക്കാർ സബ്സിഡി നിരക്കിൽ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1000 കോഴിക്ക് സമം അരക്കാട എന്നാണല്ലോ ചൊല്ല്. പശുവിനെ വളർത്തുന്നതിലൂടെ പാലിൽ നിന്നുള്ള വരുമാനം മാത്രമല്ല, കൃഷിയിടത്തിലേക്കുള്ള ചാണകവും ലഭിക്കും. ബിജു തന്റെ കൃഷിയിടത്തിൽ രാസവളങ്ങൾ ഉപയോഗിക്കുന്നില്ല. ജൈവ കൃഷിരീതിയാണ് അദ്ദേഹം പിന്തുടരുന്നത്. കേര കർഷകനുള്ള കേരകേസരി പുരസ്കാരം തുടങ്ങി ധാരാളം അംഗീകാരങ്ങൾ ഇതിനോടകം ബിജുവിന് ലഭിച്ചു. തേനീച്ച വളർത്തൽ ബിജുവിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിലൊന്നാണ്. കാർഷിക വൃത്തിയോടൊപ്പം തന്നെ ചെയ്തു പോകാവുന്ന ഒന്നാണിത്. പ്രത്യേക സമയമോ സ്ഥലമോ ഒന്നും ഇതിനാവശ്യമില്ല. തേനിന്റെ ഔഷധ മാഹാത്മ്യം യുഗങ്ങൾക്ക് മുൻപേ അറിഞ്ഞവരാണല്ലോ നമ്മൾ. കൂൺകൃഷി ഏറ്റവും ശ്രദ്ധയോടെ തന്നെ ചെയ്യേണ്ട ഒന്നാണ്. അതിലൂടെ വളരെ മെച്ചപ്പെട്ട ലാഭം നേടാൻ കഴിയും. ഇതും ബിജുവിന്റെ പ്രധാന വരുമാന സ്രോതസ്സാണ്. ബിജു കാർഷിക വൃത്തിയിൽ നിന്നും ഏറ്റവും മെച്ചപ്പെട്ട ജീവിതം കെട്ടിപ്പടുത്തിരിക്കുന്നു. 6 ഏക്കർ കൃഷിഭൂമിയിൽ നാണ്യവിളകൾ കൃഷി ചെയ്യാതെ തന്നെ ഈ കർഷകൻ നേടിയത് 100 മേനിയാണ്. അടയ്ക്ക മാത്രം 3.5 ലക്ഷം രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്. നാളികേരം 30,000-നും 40,000-നും ഇടയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇതിന്റെ കമ്പോള വില ഏകദേശം 4 ലക്ഷത്തിന് പുറത്തു വരും. ജാതിക്കായ ഇക്കഴിഞ്ഞ വർഷം 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിറ്റിട്ടുണ്ട്. കാർഷിക വൃത്തിയിൽ വിജയഗാഥ എഴുതിയ ബിജു ഒരുപാട് പേരെ നന്ദിയോടെ ഓർക്കുന്നു. സാജിദ് അലി, തച്ചമ്പാറ കൃഷി ഓഫീസർ. കാർഷിക വിജ്ഞാനം മുറിക്കുള്ളിൽ ഒതുക്കാതെ പണിയിടങ്ങളിലേക്ക് എത്തിക്കുന്ന ഉദ്യോഗസ്ഥനാണ് സാജിദ് അലി. തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ കീഴിൽ കഴിഞ്ഞ 2-3 വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആത്മാ പദ്ധതിയുടെയും ലീഡ്സിൻ്റെയും ഒക്കെ ഭാഗമായി കൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന കർഷക സംഘടനാ ശാക്തീകരണ സംവിധാനത്തിലും ബിജു ശക്തനായൊരു പങ്കാളിയാണ്. കേരശ്രീ ക്ലസ്റ്ററിൽ നിന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് ഒരു കർഷക കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വരുന്നത്. തുടർന്ന് ഇന്നിപ്പോൾ അദ്ദേഹം നാളികേര വികസന ബോർഡിൻ്റെ കീഴിൽ തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ്റെ കീഴിൽ രൂപീകരിച്ചിട്ടുള്ള നാളികേര വികസന ഫെഡറേഷൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം. മാത്രവുമല്ല, ഇവിടെ ആത്മയുടെ ഭാഗമായി രൂപീകരിച്ചിട്ടുള്ള ജാതി കർഷക സമിതി, തേനീച്ച കർഷക സമിതി, കുരുമുളക് കർഷക സമിതി, അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനമായി രൂപീകരിച്ചിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് ആൻഡ് സസ്റ്റൈനബിൾ ഫാമിംഗ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ആത്മാ സൊസൈറ്റി, തച്ചമ്പാറ പഞ്ചായത്തിലെ വിവിധ ആത്മാ ഗ്രൂപ്പുകളെയും കർഷക സമിതികളുടെയും അതിൻ്റെ മൊത്തത്തിലുള്ളൊരു കൂട്ടായ്മയായിട്ടുള്ള ISFDC ആത്മാ സൊസൈറ്റിയുടെ പഞ്ചായത്ത് തലത്തിലുള്ളൊരു ഭാരവാഹി കൂടിയാണ് അദ്ദേഹം. വിവിധ സമിതികളിൽ സജീവമായ നേതൃത്വം നൽകുകയും കർഷകരുടെ കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുന്നതിനും രൂപീകരിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെതായ പങ്കാളിത്തം നിർവഹിച്ചു വരികയും ചെയ്യുന്നുണ്ട്. കർഷകനെ ഈശ്വരനായി കണ്ട് പൂജിക്കേണ്ടവനല്ല, അവൻ വാഴുന്നവൻ ആണെന്ന് പറഞ്ഞത് തിരുവള്ളുവറാണ്. ഉഴുതുണ്ടു വാഴ്വോരേ വാഴ്വോർ, മറ്റെല്ലാരും തൊഴുതുണ്ടു പിൻചെല്ലുവോർ. വരണ്ട മണ്ണിൽ വിയർപ്പ് തൂക്കി നനച്ച് അതിൽ ജലസമൃദ്ധി പ്രദാനം ചെയ്ത് ആത്മഹർഷത്തോടെ വിള കൊയ്തെടുത്ത കാർഷിക സംസ്കൃതി. പൗരാണിക കാലം മുതൽ തുടർന്നു പോന്ന കർഷക ജനതയുടെ സഞ്ചാരങ്ങൾ. ആ സംസ്കാരം വർത്തമാനകാലത്ത് കുറ്റിയേറ്റു പോകാതിരിക്കാൻ പരിശ്രമിക്കുകയാണ് ബിജുവിനെ പോലെയുള്ള കർഷകർ. കാർഷിക വൃത്തിയുടെ മഹാസന്ദേശം കേവലം വാക്കുകളിൽ ഒതുക്കാതെ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരികയാണ് അദ്ദേഹം. ഈ പാലക്കയത്തിൻ്റെ സമൃദ്ധമായ മണ്ണിൽ
തൻ്റെ വിജയഗാഥ ശിലാരേഖ പോലെ അദ്ദേഹം ആലേഖനം ചെയ്യുകയാണ്. ഹരിതസമൃദ്ധമായ ഒരു ഭാവിയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ മുന്നേറാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ബിജു സഞ്ചാരം തുടരുകയാണ്. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്കൂൾ വിദ്യാർത്ഥികളുടെ കാർഷിക എഞ്ചിനീയറിംഗ് കണ്ടെത്തലുകൾക്ക് അവാർഡ്. കശുമാവ് കൃഷിക്ക് അപേക്ഷ ക്ഷണിച്ചു. ആത്മ പദ്ധതിയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. സംസ്ഥാനത്തെ സ്കൂൾ കുട്ടികളിൽ കാർഷിക സാങ്കേതിക വിജ്ഞാന അഭിരുചി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ കാർഷിക എഞ്ചിനീയറിംഗ് സംബന്ധമായ കണ്ടുപിടുത്തങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് അവാർഡുകൾ നൽകുന്നു. കാർഷിക രംഗത്തെ സാങ്കേതികമായ പുതുമയുള്ള ആശയങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ, നിരീക്ഷണങ്ങൾ എന്നിവയ്ക്കായിരിക്കും അവാർഡ് നൽകുക. കുട്ടികൾ അവരുടെ നിരീക്ഷണങ്ങൾ, ആശയങ്ങൾ എന്നിവയെക്കുറിച്ച് 100 വാക്കിൽ കവിയാതെ എഴുതി സ്കൂൾ ഹെഡ്മാസ്റ്ററുടെ സാക്ഷ്യപ്പെടുത്തലോടുകൂടി 2014 ഓഗസ്റ്റ് 31 മുൻപ് അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം: മെമ്പർ, അഗ്രി എഞ്ചിനീയറിംഗ് ഡിവിഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ, കേരള സ്റ്റേറ്റ് സെന്റർ, വെള്ളയമ്പലം, തിരുവനന്തപുരം. ഫോൺ നമ്പർ 094474522227. കശുമാവ് കൃഷി വികസന ഏജൻസി കശുമാവ് കൃഷി ചെയ്യാൻ താൽപ്പര്യമുള്ള കർഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പൂരിപ്പിച്ച അപേക്ഷ ഈ മാസം 30-ാം തീയതിക്ക് മുൻപ് കശുമാവ് വികസന ഏജൻസിയുടെ കൊല്ലം ഹെഡ് ഓഫീസിലോ ഫീൽഡ് ഓഫീസർ മുൻപാകെയോ സമർപ്പിക്കണം. അപേക്ഷാ ഫോറം ലഭ്യമാകുന്ന വെബ്സൈറ്റ് www.kashumavuKrishi.org. ഫോൺ നമ്പർ 0474260456. കൃഷി വകുപ്പിന്റെ ആത്മ പദ്ധതിയിലേക്ക് തിരുവനന്തപുരം ജില്ലയിൽ 1 വർഷത്തേക്ക് താൽക്കാലികമായി ബ്ലോക്ക് ടെക്നോളജി മാനേജർ, ഫീൽഡ് അസിസ്റ്റന്റ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. ബ്ലോക്ക് ടെക്നോളജി മാനേജർ തസ്തികയ്ക്ക് കൃഷി സംബന്ധമായ ശാസ്ത്ര ശാഖകളിലുള്ള പ്രൊഫഷണൽ ബിരുദമാണ് യോഗ്യത. പ്രതിമാസ വേതനം 25,000 രൂപ. ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ലൈവ് സ്റ്റോക്ക് മാനേജ്മെന്റിലോ കൃഷിയിലോ VHSC പൂർത്തിയാക്കിയവർക്ക് അപേക്ഷിക്കാം. 15,000 രൂപയാണ് പ്രതിമാസ വേതനം. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് ബിരുദവും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഡിപ്ലോമയും കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഇൻസ്റ്റലേഷൻ എന്നിവയെക്കുറിച്ച് പരിജ്ഞാനവുമാണ് യോഗ്യത. പ്രതിമാസ വേതനം 12,000 രൂപ. താൽപ്പര്യമുള്ളവർ വിശദമായ ബയോഡേറ്റ, അസൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുമായി തിരുവനന്തപുരം കുടപ്പനക്കുന്ന് സിവിൽ സ്റ്റേഷനിലുള്ള പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലെ ആത്മ പ്രോജക്ട് ഡയറക്ടർ മുൻപാകെ ജൂൺ 16 രാവിലെ 10:30 ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. ഫോൺ നമ്പർ 047127333334. തിരുവാഴംകുന്ന് ലൈവ് സ്റ്റോക്ക് റിസർച്ച് സ്റ്റേഷനിൽ സങ്കര ഇനം അനേപ്പിയർ പുൽക്കടകളും സുബാബുൾ തുടങ്ങിയ പയർ വർഗ വിളകളുടെ വിത്തും വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. ലൈവ് സ്റ്റോക്ക് റിസർച്ച് സ്റ്റേഷന്റെ ഫോൺ നമ്പർ 0492420885.
20 സെന്റിൽ കൂടുതൽ സ്ഥലമുള്ള ക്ഷീര കർഷകർക്ക് ഫാമുകളോടനുബന്ധിച്ച് തീറ്റപ്പുൽ കൃഷി നടത്താൻ ക്ഷീര വികസന വകുപ്പ് ധനസഹായം നൽകുന്നു. ചോളം, കോങ്കോ സിഗ്നൽ, നേപ്പിയർ എന്നീ പുല്ലിനങ്ങൾ കൃഷി ചെയ്യാനാണ് ധനസഹായം. പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീര വികസന ഓഫീസുകളുമായി ബന്ധപ്പെടുക. ഇനി പീലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള കാർഷിക നിർദ്ദേശങ്ങൾ. വൃക്ഷവിളകളുടെ തൈകൾ നടാൻ പറ്റിയ സമയമാണിപ്പോൾ. ഒട്ടുതൈകൾ നടുമ്പോൾ ഒട്ടിച്ച ഭാഗം മണ്ണിനടിയിൽ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒട്ടിച്ച ഭാഗത്തിന് താഴെ നിന്നും വരുന്ന എല്ലാ മുളകളും നുള്ളിക്കളയണം. തെങ്ങുകളിൽ ചെന്നീരൊലിപ്പ് രോഗം കാണുകയാണെങ്കിൽ തെങ്ങ് ഒന്നിന് കോൺടാഫ് എന്ന കുമിൾനാശിനി 25 മില്ലി 25 ലിറ്റർ ശുദ്ധജലത്തിൽ ചേർത്തിളക്കി തെങ്ങിൻ തടത്തിൽ നന്നായി ചേർത്ത് കൊടുക്കണം. 30 ദിവസങ്ങളുടെ ഇടവേളകളിൽ രോഗലക്ഷണം പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നതുവരെ ഈ പ്രക്രിയ തുടരേണ്ടതാണ്. ആദ്യത്തെ തവണ കോൺടാഫ് ലായനി തെങ്ങിൻ തടത്തിൽ ചേർത്തതിന് ശേഷം 15 ദിവസം കഴിഞ്ഞ് 2 കിലോഗ്രാം എന്ന തോതിൽ കുമ്മായം ഇട്ടുകൊടുക്കണം. രണ്ടാമത്തെ കോൺടാഫ് പ്രയോഗം കുമ്മായം ചേർത്ത് 15 ദിവസത്തിന് ശേഷം മാത്രമേ പാടുള്ളൂ. തെങ്ങിന്റെ കൂമ്പ് ചീയൽ രോഗത്തിനും മുൻകരുതൽ സ്വീകരിക്കേണ്ടതാണ്. 3 ഗ്രാം മാംഗോ സെബ് നിറച്ച് മൊട്ടുസൂചി കൊണ്ട് സുഷിരങ്ങളിട്ട സാഷെ കുരുത്തോലയുടെ തൊട്ടുള്ള 2 ഓലക്കവിളുകൾക്കിടയിൽ നിക്ഷേപിക്കണം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ സഹകരണത്തോടെ കൃഷി വകുപ്പ് നടപ്പാക്കുന്ന ആകാശവാണി ഞാറ്റുവേല കുട്ടനാട് റേഡിയോ പരിപാടിയിൽ നാളെ കുട്ടനാട്ടിലെ തെങ്ങ് കൃഷിയെക്കുറിച്ചുള്ള പരിപാടി പ്രക്ഷേപണം ചെയ്യും. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 14,000 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 15,100, വെളിച്ചെണ്ണ തൃശൂർ 14,400, കൊപ്ര കൊച്ചി 9,450, കൊപ്ര കോഴിക്കോട് 9,850, കൊപ്ര തൃശൂർ 9,670, കുരുമുളക് അൺഗാർബിൾഡ് 66,600, കുരുമുളക് ഗാർബിൾഡ് 68,600. ചുക്ക് മീഡിയം 31,500, ചുക്ക് ബസ്റ്റ് 33,000, മഞ്ഞൾ സേലം 7,600, മഞ്ഞൾ ഈറോഡ് 7,800, അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 14,100, റബ്ബർ RSS 4 ഗ്രേഡ് 14,600, കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 14,100, റബ്ബർ RSS 4 ഗ്രേഡ് 14,600. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 14,000 രൂപ. ജൂൺ അവധി, ജൂലൈ അവധി എന്നിവ ലഭ്യമായിട്ടില്ല. കൊപ്ര 9,450, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,400, പിണ്ണാക്ക് റോട്ടറി 3,000, കുരുമുളക് അൺഗാർബിൾഡ് 66,600, കുരുമുളക് ഗാർബിൾഡ് 68,600. ചുക്ക് മീഡിയം 31,500, ചുക്ക് ബസ്റ്റ് 33,000, മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 240-നും 250-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 400-നും 450-നും മധ്യേ. ജാതിപത്രി 800-നും 900-നും മധ്യേ. ഗ്രാമ്പു 940-നും 1,100-നും മധ്യേ. റബ്ബർ RSS 5 ഗ്രേഡ് 14,100, റബ്ബർ RSS 4 ഗ്രേഡ് 14,600, ഒട്ടുപാൽ 11,100, ലാറ്റക്സ് 11,800. കമ്പോള അവലോകനം. കാലവർഷം നാളികേര വിപണിക്ക് വീണ്ടും ഉണർവ് പകരുമെന്ന പ്രതീക്ഷയിലാണ് കാർഷിക കേരളം. മഴ മൂലം ഒട്ടുമിക്ക ഭാഗങ്ങളിലും വിളവെടുപ്പ് തടസ്സപ്പെട്ടതോടെ കൊപ്രയുടെ ലഭ്യത ചുരുങ്ങി. ഇതിനിടയിൽ നോയമ്പ് കാലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ട തേങ്ങയ്ക്ക് ഗൾഫ് മേഖലയിൽ നിന്ന് അന്വേഷണങ്ങൾ എത്തി. കൊച്ചിയിൽ എണ്ണവില 100 രൂപ ഉയർന്ന് 14,000-ലും കൊപ്ര 9,450-ലുമാണ്. ടയർ വ്യവസായികൾ റബ്ബർ വിപണിയിൽ പിടിമുറുക്കിയതോടെ ഷീറ്റ് വിലയിൽ നേരിയ മുന്നേറ്റം. 4-ാം ഗ്രേഡ് 14,600-ലും 5-ാം ഗ്രേഡ് 14,100-ലും വ്യാപാരം നടന്നു. ലാറ്റക്സ് കിലോ 118-ലേക്ക് ഉയർന്നു. ഇന്ന് കുമളിയിൽ നടന്ന ഏലക്ക ലേലത്തിൽ മികച്ച ഇനങ്ങൾ കിലോഗ്രാമിന് 939 രൂപയിൽ കൈമാറി. ശരാശരി ഇനങ്ങൾക്ക് 747 രൂപ ഉറപ്പുവരുത്താനായി. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പുതിയ ഏലക്ക വിൽപ്പനയ്ക്ക് സജ്ജമാകുമെന്ന പ്രതീക്ഷയിലാണ് കയറ്റുമതിക്കാർ. ഉൽപാദന മേഖലകളിൽ നിന്ന് ഏതാണ്ട് 35 ടൺ കുരുമുളക് കൊച്ചിയിൽ വിൽപ്പനയ്ക്ക് എത്തിയെങ്കിലും മത്സരിച്ച് ചരക്ക് സംഭരിക്കാൻ വ്യാപാരികൾ മടിച്ചു. ഗാർബിൾഡ് കുരുമുളക് വില കിലോ 686 രൂപയാണ്. ഇനി കാലാവസ്ഥ.
കണ്ണൂർ കൂടിയ താപനില 30.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 30, 23.9. കൊച്ചി 31, 22.6. ആലപ്പുഴ 30.9, 24. പുനലൂർ 32.5, 21.5. തിരുവനന്തപുരം 31.6, കുറഞ്ഞ താപനില 23.2 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.